ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എത്ര കഴിച്ചാലും മടുക്കാത്ത രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോക്കറ്റ് ഷവർമയാണ്. നോമ്പുതുറ ടൈമിലും സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അല്പം മാത്രം ചിക്കൻ എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു ഫില്ലിങ്ങിലായിട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാവേ. ഒരു 1 അവറോളം ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് വേണ്ടത് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും ടൊമാറ്റോയും കുക്കുംബറും ഒക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും എടുക്കാവുന്നതാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്, ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കേണ്ടതില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ചിക്കൻ ഒന്ന് വെന്ത് പാകമാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയേ. 2 സൈഡും ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയ ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് തണുത്ത ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 6 പീസ് ബ്രെഡ് കൊണ്ട് 6 ബ്രെഡ് പോക്കറ്റ്സ് ആണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ വേണമെങ്കിൽ ബ്രെഡ് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ബ്രെഡിൻ്റെ സൈഡ് പോർഷൻ, ആ ഒരു ബ്രൗൺ പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ട് 2 എഗ്ഗാണ് കേട്ടോ എടുക്കുന്നത്. ഇനി അത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ ദേ ബ്രെഡ് ഡിപ്പ് ചെയ്യാനായിട്ടുള്ള എഗ് മിക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതിനായിട്ടൊരു 3-4 ബ്രെഡ് എടുത്ത് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. നമുക്ക് പോക്കറ്റ്സ് തയ്യാറാക്കി എടുക്കാനായിട്ടാണ്. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ആ ഒരു ബ്രെഡ് പോക്കറ്റ്സ് പൊരിക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമ്മൾ ആ സൈഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ബ്രെഡ് പീസസ് എടുക്കുക. ആ ഒരു എഗ് മിക്സിൽ നന്നായിട്ട് തന്നെ ഒന്ന് മുക്കിയെടുക്കണേ. എല്ലാ സൈഡും നന്നായിട്ട് വെറ്റായിട്ട് കിട്ടുന്ന രീതിയിൽ സൈഡ് പോർഷനും സെൻറ്റർ പോർഷനും ഒക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഒരുമിച്ച് പിടിച്ച് ഡിപ്പ് ചെയ്യണേ. പിന്നെ നമ്മുടെ ആ ഒരു ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനകത്ത് നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ചെയ്യുന്ന ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ്. എന്നിട്ട് ആ ഒരു ബ്രെഡ് ക്രംസിൽ മുക്കിയ ആ ഒരു ബ്രെഡ് പീസ് നമ്മൾ ആ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അറ്റ് എ ടൈം ഞാൻ 2 ബ്രെഡ് പീസസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടത് 1 സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും അനദർ സൈഡായിട്ട് ഇട്ട് തിരിച്ച് മറിച്ചു വിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ ഒരു ബ്രെഡ് പൊരിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് വങ്ങിപ്പോകാനായിട്ടുള്ള ചാൻസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെയും കുക്ക് ചെയ്തെടുക്കുക. 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അതുപോലെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് പീസസും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളത് 3ഉം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നന്നായിട്ടത് തണുത്ത ശേഷം മാത്രമാണ് നമ്മൾ ബ്രെഡ് പോക്കറ്റ്സ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു പോക്കറ്റ്സിലേക്ക് ഫില്ല് ചെയ്യേണ്ട ആ ഒരു സാലഡ് ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ആ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടീസ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടാം കേട്ടോ. മയോണൈസ് നമ്മുടെ ആ ഒരു സാലഡ് നല്ല ജ്യൂസി ആകുന്ന ആ
അത്രയും ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് തയ്യാറാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പൊരിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് നല്ലതുപോലെ ഒന്ന് കൂളായി കഴിയുമ്പോഴേക്കും 2ആയിട്ട് കട്ട് ചെയ്ത് പോക്കറ്റ് പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മുഴുവനും നമ്മൾ പോക്കറ്റ്സ് ആയിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പോക്കറ്റ്സ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ബ്രെഡ് പോക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതേ നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് നല്ല ഫില്ലിങ്ങോട് കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 6 ബ്രെഡ് പോക്കറ്റ്സും നന്നായി തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സാലഡ് ഡ്രൈ ആയി പോയെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് മയണൈസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ സാലഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കയറി കാണാൻ മറക്കല്ല് കേട്ടോ. അതും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. നോമ്പുതുറ ടൈമിലും കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ല്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.